ഹലോ ഫ്രണ്ട്സ്, എൻഎസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ ടൈമിൽ 5696 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 18799 വേക്കൻസി ആയിട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ടൈമിൽ ആ വേക്കൻസികളുടെ എണ്ണം കുറവായതുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരാശപ്പെട്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വേക്കൻസിയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത സോണ് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരവും ഇനി നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ലാസ്റ്റിലത്തെ 5696 വേക്കൻസി ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു വേക്കൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പലരും സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വേക്കൻസികൾ കൂടിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോൺ, വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോൺ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് റെയിൽവേ പുറത്തിറക്കിയ നോട്ടീസ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ നോട്ടീസിൽ വേക്കൻസീസിന്റെ എൻഹാൻസ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വേക്കൻസി കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഏജ് ലിമിറ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഓൾ അതർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 01/2024 വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. വേക്കൻസികളിൽ മാത്രമുള്ള ഒരു മാറ്റമാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുപോലെ നമുക്ക് സോണും ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു അതായത് നമുക്ക് ഈ സോൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പോർട്ടൽ അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ആക്ടിവേറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആ സോൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ നോട്ടീസിന്റെ കൂടെ തന്നെ റിവൈസ്ഡ് ആയിട്ടുള്ള വേക്കൻസികൾ, ഓരോ സോണിലും റിവൈസ്ഡ് ആയിട്ടുള്ള വേക്കൻസിയും റെയിൽവേ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത് 233 വേക്കൻസിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് കൂടുതൽ വേക്കൻസികളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ സെക്കന്ദരാബാദ് നോക്കുകയാണെങ്കിൽ സെക്കന്ദരാബാദിൽ അത്യാവശ്യം നമ്മൾ മലയാളികളൊക്കെ നോക്കുന്ന ഒരു സോൺ തന്നെയാണ്. അവിടെ വേക്കൻസികൾ ഇൻക്രിമെന്റ് ആയിട്ടുണ്ട്. അതായത് ഏകദേശം 2500ഓളം വേക്കൻസിയാണ് സെക്കന്ദരാബാദിൽ വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം നമുക്ക് കേരളത്തിലുള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു സോൺ തന്നെയാണ് സെക്കന്ദരാബാദ്. അതുപോലെ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ 1576 വേക്കൻസിയാണ് ബാംഗ്ലൂർ വന്നിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂരും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൺ തന്നെയാണ്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ ആണ് ഒരുമാതിരിപ്പെട്ട നമ്മൾ കേരളത്തിലുള്ളവർ അപ്ലൈ ചെയ്യാവുന്ന ഒരു സോൺ ആയിരുന്നു ചെന്നൈ. പക്ഷെ ചെന്നൈയിൽ അത്ര വേക്കൻസികൾ ഇൻക്രീസ് ആയിട്ടില്ല. 493 വേക്കൻസിയാണ് ചെന്നൈയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സോൺ ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അപ്പം ബിലാസ്പൂർ നോക്കുകയാണെങ്കിൽ ബിലാസ്പൂരാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത്. ഏകദേശം 4500ഓളം വേക്കൻസിയാണ് ബിലാസ്പൂരിൽ വന്നിട്ടുള്ളത്. അപ്പം നോർത്ത് സൈഡിലുള്ള ആളുകളൊക്കെ കൂടുതലും ബിലാസ്പൂരിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം കോമ്പറ്റീഷൻ അവിടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൗത്ത് സൈഡിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള സോണിൽ ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ അത്യാവശ്യം നല്ലൊരു സോണാണ്. അതുപോലെ തന്നെ സെക്കന്ദരാബാദിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സോണാണ്. പിന്നെ ചെന്നൈയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വേക്കൻസികൾ കുറവാണ്. അപ്പോൾ ഇതാണ് ILP ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം വേക്കൻസി കുറവായിരുന്നു എന്നുള്ളൊരു ടെൻഷൻ കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പുറയിലോട്ടായവർക്ക് ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ്. കാര്യം 18000ഓളം വേക്കൻസിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും വേക്കൻസികൾ വരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അപ്പം പ്രിപ്പറേഷൻ നടത്തുന്നവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. എൻഎസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കോഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല, എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടും RRB മുൻപ് നടത്തിയ എക്സാമുകൾ അനലൈസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ, അത് മാത്രമല്ല സിലബസിലെ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസ് ടെസ്റ്റുകളും നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ അതേ മെന്റാലിറ്റിയുള്ള കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേരുന്ന വാട്സ്ആപ്പ് കമ്മിറ്റി, അത് ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിരിക്കും. അത് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ അണ്ടറിൽ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പം ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാമുകൾ തുടങ്ങിയ എല്ലാത്തിന്റെയും അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.